എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് ഓഫ് ലവിൽ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് കപ്ലങ്ങ, അല്ലെങ്കിൽ ചില നാടുകളിൽ പത്തനംതിട്ടയൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ ഓമയ്ക്ക എന്ന് പറയും. ഓമയ്ക്ക കൊണ്ട് അല്ലെങ്കിൽ കപ്ലങ്ങ കൊണ്ടുള്ള ഒരു തോരനാണ്. സാധാരണ എല്ലാവരും കപ്ലങ്ങ തോരൻ വെക്കുമ്പോൾ കൊത്തി അരിയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇന്നിവിടെ ഇതേപോലെ കീറി ഇട്ടേക്കാണ്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ കീറി ഇട്ടിരിക്കുന്ന പീസസ് ആണ് ഇതിനകത്ത് കിടക്കുന്നത്. അതിന് കൂടെ ഒരു സവാളയും ഒരു പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊരു തോരൻ എളുപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഇങ്ങനെ തോരൻ വെക്കുമ്പോൾ ഉള്ള ഗുണം തന്നെ കുഴഞ്ഞു പോകില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കീറി അരിയുന്നത്. അപ്പം എൻ്റെയൊക്കെ അവിടെ തിരുവല്ലയിലൊക്കെ ഇങ്ങനെ കൊത്തി അരിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കണ്ടോ, ഇതുപോലെ കീറി അരിഞ്ഞാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്കൊരു തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പച്ചമുളക് വരെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്ലങ്ങയും സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം അത് നമുക്ക് ഇനിയും കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തീ കുറച്ചിട്ടിട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് വിഷത്തിൻ്റെ അംശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് എരിവിനനുസരിച്ച് മുളക്, ഒരു പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് വേണം ഇനി അടുത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അവസാനം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ കുറച്ചിട്ട് മാത്രം നമ്മൾ ചെയ്യുക. കുഴഞ്ഞു പോകാതെ നമുക്ക് ഈ ഒരു രൂപത്തിന് കിട്ടും. ആവി കയറി കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. ആ ഒരു കപ്ലങ്ങയുടെ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഇളക്കിയിട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മളിനിയും ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മളിവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ, നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇത് ഓൾറെഡി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം നമ്മൾ കപ്ലങ്ങയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും പ്രത്യേകിച്ച് ഞാനൊന്നും ചേർക്കുന്നില്ല. തേങ്ങ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കുഴഞ്ഞു പോകാതെയും ഒക്കെ നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. ഇതുപോലെ കപ്ലങ്ങയൊക്കെ തോരൻ വെച്ച് നോക്കുക. വീട്ടിലുള്ളവർ പച്ചക്കപ്ലങ്ങ നോക്കിയെടുത്ത് ഇതുപോലെ തോരൻ വെക്കുക.
എരിഞ്ഞ് തോരൻ വെക്കുന്നതിനേക്കാട്ടും ടേസ്റ്റ് ഇതേപോലെ തോരൻ വെക്കുമ്പോഴാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. രണ്ട് തണ്ട് കറിവേപ്പിലയൊക്കെ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ കപ്പളങ്ങ നാടൻ സാധനമൊക്കെ വിഷമടിക്കാത്തതാണല്ലോ. കപ്പളങ്ങ എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാൻ. വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യങ്ങൾ ചെയ്യണം. അപ്പം നമ്മൾ തേങ്ങ തിരുമ്മി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിലാണ് ഞാൻ ഇതിനകത്ത് കറിവേപ്പില ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നല്ല മണമൊക്കെ വരുവേ. വേരിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല മണമാണ്. ഈ തേങ്ങയുടെ ഇനി മുളക് പൊടിക്ക് പകരം കാന്താരി മുളക് ചേർക്കണമെന്നുള്ളവർക്ക് കാന്താരി മുളക് ചതച്ച് ചേർക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാനാണ്. അപ്പം ഇതാകുമ്പോൾ കുഴഞ്ഞു പോകത്തില്ല കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇവിടെ ഉണ്ടായി നോക്കാം. ഇത് കഴിയുമ്പോൾ നമുക്കിത് നിർത്തി കൊടുക്കാം കേട്ടോ. വെന്തിട്ടുണ്ട്. അപ്പം ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇത് വെന്തോ ഇല്ലയോ എന്ന്. ഒരു പീസ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. വെന്തു എന്ന് ഉറപ്പായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മളിതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം ചൂടാറിയ ഈ പാത്രത്തിൽ തന്നെ ഇതുപോലെ അടച്ചു വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പളങ്ങ തോരൻ ഈസി ആയിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആവി പോകാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊതുക്കി ഒന്ന് വെച്ചിട്ട് തുറന്നു കൊടുത്താൽ മതി. അപ്പോൾ ആവി വെള്ളം അതിനകത്ത് വീഴാതിരുന്നോളൂ. തുറന്നു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല എളുപ്പമാണ്. അതുപോലെ കുഴഞ്ഞു പോത്തുമില്ല. നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒത്തിരി വീഡിയോസ് ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. നമസ്കാരം.